അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവരെയും പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പൂർണാർത്ഥത്തിൽ നിങ്ങൾ പ്രവേശിക്കുവീൻ. ആർക്കും അർത്ഥശങ്കക്കിടയില്ലാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനമാണിത്. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ മാത്രം ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും അതിൻ്റെ ശാസനകളുമൊക്കെ അംഗീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. മറ്റു പലതിലും ഒന്നുകിൽ സ്വന്തം യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അവൻ അംഗീകരിക്കുന്നു എന്നവകാശപ്പെടുന്ന ആരെങ്കിലും പറയുന്നത് അനുസരിക്കുക. അവിടെ ദീൻ പറയുന്നതും നിർദ്ദേശിക്കുന്നതും അതെന്താണെങ്കിലും അവന് പ്രശ്നമല്ല. മിക്കവാറും ഇസ്ലാമികമായ ഇങ്ങനെയുള്ള മതകാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും പറയുന്നതും എഴുതുന്നതുമൊക്കെ ഏതെങ്കിലും ഉസ്താദുമാരായിരിക്കും, ആലിമീങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് തോണിയിലും കാലിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്കൊരു കമാൻഡ് ഉണ്ട്: ഉസ്താദിന് ഈ പറയുന്നതിനോട് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിനോട് യോജിപ്പുണ്ടാവില്ല, എന്നാലും എൻ്റെ അഭിപ്രായം ഇതാണ് എന്നൊന്ന് അഡ്വാൻസ് ആയിട്ടങ്ങ് പറഞ്ഞു വെക്കും. പ്രിയപ്പെട്ടവരവിടെ ഉസ്താദിൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തോട് യോജിക്കുന്നതും വിയോജിക്കുന്നതും ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഉസ്താദ് ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് മതം അതിനോട് വിയോജിക്കുന്നത് കൊണ്ട്, അള്ളാഹു അതിനോട് വിയോജിക്കുന്നത് കൊണ്ട്, തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് വിയോജിക്കുന്നത് കൊണ്ടാണെങ്കിൽ പിന്നെ ഉസ്താദിൻ്റെ അഭിപ്രായം മാത്രമായി, വ്യക്തിപരമായ അഭിപ്രായമായിട്ട് അതിനെ കാണാൻ പാടില്ല. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിൽ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ, പിന്നെ അതിൽ നമുക്ക് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്, എന്തവകാശമാണുള്ളത്? ഇത് നമ്മുടെ ചായപ്പീടികയിലെ അപ്പം ചുടുന്നത് എന്താവണം, എങ്ങനെയാവണം എന്ന് പറയും പോലെ, ചായപ്പൊടി ഏത് കമ്പനിയുടേതാവണം എന്നൊക്കെ പറയും പോലെ ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു ആലിം ഒരു കാര്യം പറയുന്നു, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാവില്ലല്ലോ. അദ്ദേഹം ഖുർആനിൻ്റെ നിർദ്ദേശമോ തിരുസുന്നത്തുകളോ മഹാന്മാരായ ഫുഖഹാക്കളുടെ കണ്ടെത്തലുകളോ ഒക്കെ ആയിരിക്കും പറയുക. അപ്പോൾ പിന്നെ ആ പണ്ഡിതനെ പഴിചാരി ഇസ്ലാമിക ദർശനത്തെ ചെറുതാക്കുകയല്ലേ സത്യത്തിൽ ഇത്തരം ആളുകൾ ചെയ്യുന്നത്? ഒരു കാര്യം അംഗീകരിച്ച് അനുസരിക്കാതിരിക്കുന്നതും തീരെ അംഗീകരിക്കാതിരിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ഹറാമാണെന്ന് വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു, അതോടൊപ്പം ഏതെങ്കിലുമൊക്കെ ദുർബല നിമിഷത്തിൽ ആ ഹറാമായ കാര്യം ചെയ്യുന്നു. അത് ഹറാം ആണ് എന്ന് അംഗീകരിക്കാതിരിക്കുന്നതും ഇങ്ങനെ ഹറാം ചെയ്യുന്നതും തമ്മിൽ ഏറെ അന്തരമുണ്ട്. ഹറാം ആണെന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം നിഷേധിക്കുന്നത്, അത് ഹറാം അല്ല എന്ന് പറയുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കൊടും പാതകമാണ്, അഥവാ മുർത്തദ്ദാകുന്ന കാര്യമാണ്. ഒരു പക്ഷേ ആ ഹറാമായ കാര്യം അവൻ ചെയ്തിരിക്കില്ല, എന്നാലും ചെയ്യുന്നത് ഹറാം ഇല്ല എന്നവൻ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് അപകടം. മറുഭാഗത്ത് ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു, പക്ഷേ എന്തോ ചില ദുർബല നിമിഷത്തിൽ പിശാചിൻ്റെ ഷർറിൽപ്പെട്ട് അതവൻ ചെയ്യുന്നു. ഹറാം ചെയ്തു എന്നുള്ളത് കൊണ്ട്, ഹറാമായൊരു കാര്യം പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. നമ്മുടെ പുരയിലെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും കച്ചവട കാര്യത്തിലുമൊക്കെ നമുക്ക് അഭിപ്രായം പറയണം. പക്ഷേ അതുപോലെ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതെത്ര ചെറുതാണെങ്കിലും
നമുക്ക് സ്വന്തം അഭിപ്രായം പറയാൻ നമ്മൾ ആരാണ്? എന്താണ് നമുക്കതിനുള്ള യോഗ്യത? എന്താണ് അവകാശം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.